പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നു. കാണ്ഡഹാർ പ്രവിശ്യയിൽ ചൊവ്വാഴ്ച രാത്രിയോടെ ആരംഭിച്ച പാക് സേനയും താലിബാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 15 അഫ്ഗാൻ പൗരന്മാരും 6 പാക് അർദ്ധ സൈനികരും കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. ഒടുവിലത്തെ സംഘർഷത്തിന് ഇരുപക്ഷവും പരസ്പരം പഴിചാരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഇത്തരത്തിൽ സംഘർഷം കെട്ടടങ്ങുന്നതിന്റെ സൂചനകൾ കാണുന്നില്ലെന്ന് മാത്രമല്ല, പാക് മന്ത്രിമാർക്ക് അഫ്ഗാനിസ്ഥാൻ ചർച്ചകൾക്കായി പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഇതോടെ മധ്യസ്ഥരാകാൻ ഖത്തറിനെയും സൗദിയെയും പാക് ഭരണകൂടം സമീപിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞയാഴ്ച കാബൂളിലെ തഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ ക്യാമ്പുകളിൽ പാക് സൈന്യം നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചത്. 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ ഏറ്റവും വലിയ സംഘർഷമാണിത്. താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലാണ് ഈ വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ ഉയർന്നിരിക്കുന്നത്. താലിബാൻ വക്താവ് സബീമുള്ള മുജാഹിദ് പറയുന്നതനുസരിച്ച് കാണ്ഡഹാറിലെ സ്പിൻ ബോൾഡാക് ജില്ലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 15 സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 80-ലധികം സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്ന് പ്രാദേശിക ആശുപത്രി അധികൃതർ അറിയിച്ചു. പാക് സൈനികർക്ക് വലിയ നഷ്ടം സംഭവിച്ചതായും തങ്ങളുടെ സൈനികർ പാകിസ്ഥാന്റെ ആയുധങ്ങളും ടാങ്കുകളും പിടിച്ചെടുത്തതായും താലിബാൻ അവകാശപ്പെടുകയും ചെയ്തു. പാകിസ്ഥാൻ സൈന്യം പറയുന്നതനുസരിച്ച് തെക്കു-പടിഞ്ഞാറൻ, വടക്കു-പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ 2 അതിർത്തി പോസ്റ്റുകളിൽ താലിബാൻ ആക്രമണം നടത്തി. ഈ 2 ആക്രമണങ്ങളും വിജയകരമായി തടഞ്ഞതായും ഏകദേശം 30 താലിബാൻകാർ കൊല്ലപ്പെട്ടതായും പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പാകിസ്ഥാനാണെന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 7-ന് പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി അഫ്ഗാൻ അതിർത്തിയിൽ പാക് സൈനികർക്കു നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് 58 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി അഫ്ഗാൻ പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ 23 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. ഈ ഒരു സംഭവങ്ങൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തികൾ അടച്ചിട്ടിരുന്നു. പിന്നീട് ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി സംഘർഷം ശമിച്ചിരുന്നു. എന്തായാലും ഇപ്പോഴും ഇത്തരത്തിൽ സംഘർഷം രൂക്ഷമാകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആരംഭിച്ച ഈ ഒരു ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഒടുവിലത്തെ സംഘർഷത്തിന് ഇരുപക്ഷവും പരസ്പരം പഴിചാരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം ഇനിയും ചർച്ചകൾ വേണ്ടിവരും എന്ന് തന്നെയാണ് പറയുന്നത്. നിരവധി പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ തുടരുകയാണ്. ചർച്ചകൾ കൊണ്ടൊന്നും ഇവിടെ കാര്യമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സംഭവങ്ങൾ പോകുന്നത്.